എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഗീത പണിക്ക് പോയിന്, ഇന്ന് അമ്മ സ്വാഗതാക്കി. അതെ. അപ്പൊ ഡെയിലി ഞാൻ പണിക്ക് പോകുമ്പോ അമ്മനെ കാണലില്ല, അമ്മ അനിയന്റെ അവിടെ അല്ല ഉള്ളത്. അങ്ങനെ അമ്മനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഇന്നൊരു ലീവ് ഉണ്ടായി ഞായറാഴ്ച. ചില ദിവസം ഞായറാഴ്ച പണി ഉണ്ടാവും, ഇന്ന് ലീവ് ആയതുകൊണ്ട് അമ്മനെ കാണാൻ വന്ന്. പിന്നെ അമ്മന്റെ അമ്മ പിന്നെ എന്റെ മോനെ കാണാൻ 2 ആഴ്ചയായി. ഇന്ന് അപൂർവത്തില് വന്നിന്. അപ്പൊ ഇവിടെ അമ്മന്റെ ഒരു സ്വാഗതം എടുത്തിട്ട് പോകാന്ന് നിന്ന്. അങ്ങനെ എന്റെ ഒരു സ്വാഗതം. പിന്നെ ഈ എന്തോ വേറെ വേറെ അക്ഷരത്തിൽ കാണുന്നുണ്ട് ഇത് നോക്കുമ്പോ, അല്ലെ എന്തോ എഴുതിന്, എങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഒന്നുണ്ട്, മൊത്തം ഇങ്ങനെ ഒരു ഓട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിക്കണ പോ നോക്ക്. അപ്പൊ അവിടെ ഇപ്പൊ നമുക്ക് നിൽക്കുമ്പോ ഒരു മിനിറ്റ് ശ്വാസം മുട്ടണ അങ്ങനെ ഉണ്ട്. അപ്പത്തെ ആൾക്കാർ ഇത് എത്ര കാലം വരെ നിൽക്കും അവര്, അല്ല ഈ പണിയില്. അതെ പിന്നെ ഇവിടെ ഒരു ഓട്ട, ഇതിലേക്കൂടെ നോക്കാനും തോന്നുന്നുണ്ട്. അതെ, 6 പേരുണ്ട്. എന്ത് ഇതേപോലെ അപ്പുറത്തും ഉണ്ട്. കോട്ടയ്ക്ക് പോണ വഴിയത്, കോട്ടയ്ക്ക് പോണ വഴിയത് മടിക്കരക്ക് വന്നു. ഞങ്ങള് ഗീതയുണ്ട്, ഗീതനെ പണി സ്ഥലത്ത് നിന്നൊക്കെ കൂട്ടിയിട്ട് വന്നത്. പിന്നെ അങ്ങനെ കോട്ടയെല്ലാം നോക്കിയിട്ട് പണ്ടത്തെ ആൾക്കാർ എങ്ങനെ ആ രാജകുമാർ എങ്ങനെയാണ് അതിപ്പോൾ കോട്ടയ്ക്ക് വെച്ചിന് നോക്കാം നമുക്ക് പോയിട്ട്. ഇപ്പം നമ്മൾ പോയോണ്ടുണ്ട്. അതെ അതെ, ഇത് എൻട്രൻസ് അല്ലേ. ഇപ്പോൾ ഉള്ളിൽ കിടക്കുമ്പോണ്ട് പിന്നെ ഉള്ളിലെല്ലാം പോയി നോക്കാം. രാജാവനന്റെ എന്ത് കഥ, എന്ത് എങ്ങനെയുണ്ട് കൊണ്ടുപോയിട്ട് ബൈക്ക് വെച്ചിട്ട് ബൈക്ക് അവിടെ നിർത്തിയിട്ട് വരാം, സൈഡാക്കിട്ട്. ബൈക്ക് നിർത്താൻ വേണ്ടി അവിടെ നിർത്തും. ഈ രാജാവിന്റെ സൈനികന്മാർ എന്താ കാവൽക്കാർ, അവരെല്ലാം ഇങ്ങനെ ഒരു കുന്തെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് പോവാം. മൊത്തം കാണും കേട്ടോ ഇത് അല്ലേ. ഫുള്ള് മടിക്കര സിറ്റി ഫുള്ള് കാണും. ഇങ്ങനെ നേരെ ഒരു വാട്ടപ്പുണ്ട്. പിന്നെ ഇതാ ഇപ്പുറത്തേക്ക് ഒരു വാട്ട, 3 ഓട്ട ഉണ്ടല്ലേ. അയ്യോ, അതിന്റെ അപ്പസട്ട് ഇങ്ങോട്ട് ഒരു വാട്ട. ഇത് ഏത് സൈഡിൽ വരുമോ ആ സൈഡിൽ നിന്ന് ഒരു 3 ഓട്ട അഡ്ജസ്റ്റ്മെന്റ് ആക്കി വെച്ചിന്. അതില് വെടി വെക്കണതാ, അല്ല നമ്മുടെ മറ്റേ ഇതിൽ എന്താ ബാണം അതെന്ത് ഉണ്ടാവും അത് നമുക്ക് അറിയില്ല. ശരിക്കും ചോദിച്ച് മനസ്സിലാക്കാം. അതെ അതെ, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതേമാതിരി 3 ഇത് ശ്വാസം മുട്ടുന്ന മാതിരി ഉണ്ട്. അപ്പൊ ഞാനും ഒന്ന് നിന്ന് നോക്കാൻ പറഞ്ഞിട്ട് നിന്നതാണ്. നേരായിട്ടും ഒരു ശ്വാസം പിടിച്ച മാതിരി ഉണ്ട്. അതിന്റെ നേരെ ഇപ്പുറത്തൊന്നുണ്ട് അല്ലേ. ഇതേ 2 ഉണ്ട്, 2 അതേപോലെ തന്നെ. എന്താ ഇപ്പുറത്തൊന്ന് ഹോൾസ്. ഇത് 14ാമത്തെ ശതമാനത്തിൽ കിട്ടിയതെന്ന് പറഞ്ഞിട്ട്, നഞ്ചരായപട്ടണത്തിൽ കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഇതിന് കല്ലുണ്ടല്ലോ. ഈ കല്ല് ഈ പുരാതന കാലത്തിൽ പണ്ട് കാലത്തിൽ കിട്ടിയത്. ഇത് 18ാമത്തെ ശതമാനത്തിൽ കിട്ടിയത്. വാക്കൂറ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ 2 മനുഷ്യൻ്റെ കൈ പൊന്തിച്ചിട്ട് എന്തോ പിടിച്ച് നിൽക്കുന്ന മാതിരിയല്ല ഈ കല്ല്. ഇതെല്ലാം കാഴ്ചയൊക്കെ വെച്ചിരുന്നു ഇവിടെ. ഇതിലും 2 മനുഷ്യൻ്റെ ചിത്രമുണ്ട്. ഇതിലും അതേപോലെ തന്നെ, ഇതിലും അതേപോലെ തന്നെ പാണ്ഡവറിന്റെ കല്ലിത്. അപ്പൊ ഇതിൽ നോക്കി പാണ്ഡവറിന്റെ അവര് ചിത്രം എഴുതിയിട്ട് രാവിലെ രാത്രിക്ക് അവർ കുത്തിയിട്ട് എഴുതിട്ട് നേരെ വെളുക്കാനാകുമ്പോഴത്തേക്ക് അവർ നാട് വിടും അത്രേ. അങ്ങനെ ഇത് ക്രിസ്തശಕ 18ನೇ ಶತಮಾನದಲ್ಲಿ 18ಾಮത്തെ ಶತಮಾನದಲ್ಲಿ
നാഗ്പൂർ ശിരങ്കല പറഞ്ഞ സ്ഥലത്ത് ഇത് കിട്ടിയിട്ടുള്ളത്. ഇത് നന്ദി. നന്ദി പറയുന്നത് അതെ, ശിവന്റെ അമ്പലത്തിൽ എല്ലാ അമ്പലത്തിലും ഉണ്ടാവല്ലേ. അതെ, അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കാലത്തിലുള്ളത് ഇതെല്ലാം കാഴ്ചക്ക് വെച്ചു. അതെ, ശിവന്റെ വിഗ്രഹം ഇത് ഇവിടെ ഉണ്ട്. ലിംഗം, ലിംഗപ്പുറത്തുണ്ട്. അതെ, ലിംഗം ഇവിടെ ഉണ്ട്. അതെ, ലിംഗം. അതെ, അപ്പൊ ഇത് 18ാമത്തെ ശതമാനത്തിൽ ഇത് എല്ലാം ഇവിടെ എല്ലാം യൂസ് ആക്കിക്കൊണ്ടുണ്ടായല്ലേ. അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിനിപ്പോ. നേരെ ഇത് 2 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ നേരെ പോകേണ്ട റോഡ്. നേരെ പോണ അങ്ങനെ ഒരു വോൾസ് ഇത് മാമലുണ്ടല്ലോ, ഇങ്ങനെ 3 എണ്ണോ ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാം ഇവിടെ ഉണ്ട്. എന്തോ ഐഡിയസ് അപ്പത്തെ എതിരുകളെല്ലാം വരുമ്പോ അപ്പൊ രാജമാർ യുദ്ധം ഇതെല്ലാം ജാസ്തിയല്ല. സുൽത്താനെല്ലാം വന്നിട്ട് വരുന്ന സ്ഥലമെല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട്. അത് കുറേ ദിവസം പോവാ. അത് ഇവിടെ കാണിക്കപ്പോ അവിടെ കാണാം. ഇതിലേ പോയിട്ട് അവിടെ കാണാം. അതെല്ലാം ഇപ്പോൾ ഗവൺമെന്റ് അതിലൊരു ഓഫീസ് മാതിരിയും. അതെ, ഇപ്പൊ അപ്പുറത്തെ സൈഡിക്ക് പുതിയതാക്കിയിട്ടുണ്ട്. അപ്പർ സൈഡ് അത് കോർട്ട്. ഇത് കോർട്ടാണ്. അങ്ങനെ ഇതെല്ലാം കാണാൻ ഒരു നല്ല രസമുണ്ട്. പണ്ടത്തെ കാലത്തിൽ എങ്ങനെ എല്ലാം ജീവിച്ചിട്ടുണ്ടായി എന്നുള്ളതെല്ലാം ഒരു ഓർമ്മ വരും. നമ്മൾ സ്വതന്ത്രമായിട്ടുണ്ട്. അതെ, അപ്പൊ ഈ രാജമാറിന്റെ അടുത്ത് പണിക്കുണ്ടായവരെല്ലാം ഒരു സ്വതന്ത്രം ഇല്ലാണ്ട് അങ്ങനെ നിക്കണ ഒരാള് കെതുക്കല്ലുണ്ടായില്ലേ വലുതാ. കെതുക്കലുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആള് അയാള് മരിച്ചുപോയി. ഇല്ല, അപ്പൊ അവരുടെ കുട്ടികളെല്ലാം ഉണ്ട് കിട്ടിയത്. അതെ, ഇങ്ങനെ നിക്കണല്ലേ ആ കാലത്ത്. ഇപ്പൊ എവിടേക്ക് പറഞ്ഞ പോവാൻ നടക്കാം. അതെ, ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ. ഇതെവിടെ പോവാ? നല്ല ഇനിയും നല്ല വീഡിയോകളുണ്ട്. ഇനി പിന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടാം. രാജമാറിന്റെ കഥ ഇതെല്ലാം കുറേ ഉണ്ട്.